പുറത്തു കേൾക്കുന്ന വിവരങ്ങളനുസരിച്ച് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല ഇത്. പുതിയ പുതിയ ആൾക്കാരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിലെ ട്രെൻഡുകൾ കണ്ടപ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ കരുതിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനപിന്തുണ വളരെ വലുതാണെന്നും നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ നിന്നൊക്കെ പുള്ളിക്കാരൻ ഈസിയായി കയറി വരുമെന്നും, കയറി വരിക മാത്രമല്ല ഇനി അങ്ങോട്ട് കോൺഗ്രസിൻ്റെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് പുള്ളി എത്തുമെന്നുമൊക്കെയാണ്. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശിക്കൊണ്ട് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള നിരവധി പേർ സൈബർ ലോകത്തിൽ രംഗത്തെത്തുകയും ചെയ്തു. അതിനിടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തുവന്ന വിവരങ്ങളനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും തുടർന്ന് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന യുവതികൾ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകില്ല എന്നാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലെ രാഹുൽ ഫാൻസ് വലിയ സന്തോഷത്തിലായിരുന്നു. എല്ലാ ആരോപണങ്ങളെയും മറികടന്ന് രാഹുൽ മാങ്കൂട്ടം വീണ്ടും പൊതുജനങ്ങൾക്കിടയിൽ സജീവമാകാൻ പോകുന്നു എന്ന പ്രതീതി ഇവിടെയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് മാങ്കൂട്ടം വിഷയം ഒരു അടഞ്ഞ അധ്യായമാണെന്ന് പറയുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ അപ്പോഴും കോൺഗ്രസ് സൈബർ പോരാളികൾ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ തെറി വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തെ പിടികൂടിയിരിക്കുന്ന ഭയാനകമായ അവസ്ഥ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമുക്ക് മനസ്സിലായത്. ഒന്നോ രണ്ടോ യുവ നേതാക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്തു വച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ എതിരാളികളായ CPM-നെയും BJP-യെയും സൈബറിടങ്ങളിൽ നേരിടുക എന്ന ഉദ്ദേശത്തോടെ രൂപം കൊടുത്ത അല്ലെങ്കിൽ ശക്തിപ്പെടുത്തിയ കോൺഗ്രസിൻ്റെ സൈബർ പട സ്വന്തം നേതാക്കൾക്കു തന്നെ ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ നേരം ഇരുട്ടി വെളുത്തതോടെ കഥ മാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിർണായക വെളിപ്പെടുത്തലുമായി റിപ്പോർട്ടർ TV രംഗത്തെത്തുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണ കേസിൽ നിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നായിരുന്നു ആ വാർത്ത. ഗർഭഛിദ്രത്തിന് യുവതികളെ ഒരു ഇടനിലക്കാരനും പ്രേരിപ്പിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിൻ്റെ വിവരങ്ങളായിരുന്നു റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. ഗർഭഛിദ്രത്തിന് മരുന്നെത്തിച്ചത് യുവ വ്യവസായി എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മൈഫെപ്രിസ്റ്റോൾ, മിസോപ്രോസ്റ്റോൾ ഗുളികകളാണ് വ്യവസായി കൈമാറിയത് എന്ന വിവരങ്ങൾക്കൊപ്പം മറ്റൊരു പ്രധാന കാര്യം കൂടി വാർത്തയിലുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള ഗർഭഛിദ്രം നടന്നത് 4-ാം മാസമെന്നാണ് കണ്ടെത്തൽ. സുരക്ഷിതമായ ഗർഭഛിദ്രം 3 മാസത്തിനുള്ളിൽ നടത്തണമെന്നാണ് ആരോഗ്യ മേഖല പറയുന്നത്. അതിനുശേഷമുള്ള ഗർഭഛിദ്രം സ്ത്രീയുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും മെഡിക്കൽ രംഗം വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയത് 4-ാം മാസത്തിലാണെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ മറ്റൊരാൾ കൂടിയുണ്ട് എന്ന വിവരവും പുറത്തു വന്നിരിക്കുകയാണ്. ഒരു വ്യവസായി, രാഹുൽ മാങ്കൂട്ടത്തിന് സുഹൃത്തായ ഇടനിലക്കാരനായ വ്യവസായി യുവതികളെ ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതായും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വ്യവസായി യുവതിയെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന തെളിവ് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പത്തനംതിട്ട സ്വദേശിയായ യുവ വ്യവസായി ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് വിവരം. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നടന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പകുതിയിൽ കൂടുതൽ വെളുത്തേനെ. 2-3 ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാരൻ സ്വാഭാവികമായും വീട് വിട്ട് പുറത്തിറങ്ങുകയും ജനങ്ങൾക്കിടയിൽ, അതായത് യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സജീവമാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ റിപ്പോർട്ടർ TVയുടെ ഇടപെടലോടെ കഥ മാറുകയും രാഹുൽ മാങ്കൂട്ടം വിഷയം പുതിയ മേഖലകളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല കുറ്റക്കാരൻ. പത്തനംതിട്ട സ്വദേശിയായ യുവ വ്യവസായിയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗർഭഛിദ്രം നടത്തേണ്ടി വന്ന യുവതികൾ പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഷാഫി ആർമി എന്തും ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഒരു കരുവായി നിന്ന് കൊടുക്കേണ്ട എന്നായിരുന്നു യുവതികളുടെ തീരുമാനം. എന്നാൽ ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുവതികളുടെ തീരുമാനത്തിന് മാറ്റമുണ്ടെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന കാര്യം റിപ്പോർട്ടർ TVയുടെ ഇടപെടലാണ് ഈ കഥയിൽ വീണ്ടും ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ എന്തുകൊണ്ടാണ് ഈ ഒരു കേസിൻ്റെ പിറകെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണവുമുണ്ട്. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് കൃത്യമായ ഒരു ഇടം അടയാളപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് റിപ്പോർട്ടർ TV അവരുടെ 2ാം വരവ് വന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറിൽ നിന്നും ചാനലിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ ആൻഡോ അഗസ്റ്റിൻ മലയാള മാധ്യമരംഗത്തെ പ്രമുഖ ജേർണലിസ്റ്റുകളെ തന്നെ തൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നോക്കിയിരുന്നു.
ചുരുങ്ങിയ കാലം കൊണ്ട് ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് തൊട്ടുപിറകിലെത്താൻ റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞു. ചില സമയങ്ങളിൽ ഏഷ്യാനെറ്റിനെ പിന്തള്ളി മുന്നിലെത്താനും അവർക്കായി. ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം റിപ്പോർട്ടർ ടി വിയിലേക്ക് എത്തുന്നത് അവിചാരിതമായിട്ടാണ്. ഒരു നടി എന്ന നിലയിൽ റിനി കേരള കൗമുദി ഓൺലൈൻ നൽകിയ ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അത് പേരെടുത്ത് പോലുമല്ല പറഞ്ഞത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഒരു യുവ നേതാവ് വാട്സപ്പ് ചാറ്റുകളിലൂടെ തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന വിവരം പറഞ്ഞപ്പോൾ അതിനൊപ്പം അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹൂ കെയേഴ്സ്. ഈ വാക്കിൽ വച്ചാണ് ഈ സമൂഹം ആ വ്യക്തിയാരെന്ന് ഊഹിച്ചെടുത്തത്. എന്നിട്ടും ആ വ്യക്തിയുടെ പേര് പറയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം തെളിവില്ലാതെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ആ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ടി വിയുടെ എൻട്രി. ആ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടമാണെന്നും പുള്ളിക്കാരൻ ആ നടിയോട് മാത്രമല്ല പല യുവതികളോടും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെന്നും കണ്ടെത്തിയ റിപ്പോർട്ടർ ടി വി ഈ സംഭവം പുറത്തുവിട്ടതിൻ്റെ പിറ്റേ ദിവസം മറ്റൊരു പ്രധാന വാർത്ത പുറത്തെത്തിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടം മൂലം പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായി ഒടുവിൽ ഗർഭചിത്രം നടത്തപ്പെട്ട് യുവതിയുടെ രാഹുൽ മാങ്കൂട്ടവുമായുള്ള വാട്സപ്പ് ചാറ്റുകളായിരുന്നു അന്ന് പുറത്തെത്തിയത്. ഇതോടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ്റെ കപടമുഖം ജനങ്ങൾക്കിടയിൽ വ്യക്തമായി തുടങ്ങിയത്. അതിൻ്റെ പിറ്റേ ദിവസം രാഹുൽ യുവതിയുമായി ഫോണിൽ സംസാരിക്കുന്ന ശബ്ദരേഖയും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടു. ഇതിനിടെ കോൺഗ്രസ് പാർട്ടിയിലെ സൈബർ പോരാളികൾ റിപ്പോർട്ടർ ടി വിക്കെതിരെ രംഗത്തെത്തി. റിപ്പോർട്ടർ ടി വിയിൽ നിന്നും രാജിവെച്ച ഒരു വനിതാ ജേർണലിസ്റ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു അവർ നടത്തിയത്. ഇതിനെ തുടർന്ന് ആ വനിതാ ജേർണലിസ്റ്റ് തന്നെ രംഗത്തെത്തുകയും തനിക്കെതിരെ അപമര്യാദയായി പെരുമാറിയ ആ പുരുഷ ജേർണലിസ്റ്റിൻ്റെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകനെ ചാനലിൽ നിന്ന് പുറത്താക്കി എന്ന വിവരം ചാനൽ മേധാവികൾ തന്നെ അറിയിക്കുകയും ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനായ റോഷിപ്പാലിനെ ആക്രമിച്ചിരുന്നു. ഇതേ സംഭവം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ആവർത്തിച്ചു. അന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചത് റോഷിപ്പാലിനെ തന്നെയായിരുന്നു. കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ നൽകുന്നു എന്ന് പറഞ്ഞുള്ള ആക്രമണമാണ് ഈ രണ്ട് സമയത്തും നടന്നത്. എന്നാൽ ഈ രണ്ട് സംഭവങ്ങളിലും റിപ്പോർട്ടർ ടി വി പ്രതികരിക്കാൻ പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെല്ലാം കൂടിയുള്ള പ്രതികരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ റിപ്പോർട്ടർ ടി വി എടുത്ത നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഫാൻസ് എന്ന കോൺഗ്രസ് സൈബർ പോരാളികൾ ശക്തമായ പ്രതിരോധം തീർക്കുകയും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കുടുംബ അംഗങ്ങളെ ഉൾപ്പെടെ വളരെ നികൃഷ്ടമായ രീതിയിൽ അപമാനിക്കുകയും ചെയ്തതോടെയാണ് വീണ്ടും റിപ്പോർട്ടർ ടി വി രംഗത്തിറങ്ങിയത്. 2 ദിവസമായി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഫാൻസിൻ്റെ അഴിഞ്ഞാട്ടമാണ്. കോൺഗ്രസ് നേതാക്കളെ പോലും വെറുതെ വിടാത്ത രീതിയിൽ പല നേതാക്കളുടെയും കുടുംബത്തിൽ പോലും കയറി കളിക്കുന്ന രീതിയിലായിരുന്നു ഈ രാഹുൽ ഫാൻസിൻ്റെ ഇടപെടൽ. CPM-നെതിരെ പ്രതികരിക്കുവാൻ പാലൂട്ടി വളർത്തിയ അവരൊക്കെ തങ്ങൾക്കു നേരെ എത്തുന്നത് കണ്ട് കോൺഗ്രസ് നേതാക്കളും ഒന്ന് അമ്പരന്നു. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ടി വിക്ക് കാര്യം മനസ്സിലായത്. വി ഡി സതീശൻ്റെ കുടുംബാംഗങ്ങളെ പോലും നികൃഷ്ടമായ രീതിയിൽ അപമാനിച്ച ഈ കോൺഗ്രസ് സൈബർ കൂട്ടങ്ങൾ അടുത്തത് തങ്ങളുടെ നേരെ ആയിരിക്കുമെന്നുള്ള കാര്യം റിപ്പോർട്ടർ ടി വിക്ക് മനസ്സിലായി. സ്വന്തം നേതാക്കളുടെ കുടുംബത്തിലെ അംഗങ്ങളെ വരെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന, നികൃഷ്ടമായി അപമാനിക്കുന്ന കോൺഗ്രസ് സൈബർ പോരാളികൾ തങ്ങളുടെ കുടുംബ അംഗങ്ങളെയും വെറുതെ വിടില്ല എന്ന കാര്യം റിപ്പോർട്ടർ ടി വിക്ക് നേരത്തെ ബോധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ ശക്തമായ പ്രതികരണം നടത്താൻ റിപ്പോർട്ടർ ടി വി തയ്യാറായത്. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ട വിഷയവുമായി ബന്ധപ്പെട്ട് യുവ വ്യവസായിയുടെ പേരുൾപ്പെടെയുള്ള പുതിയ വിവരങ്ങൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞെട്ടിയത് ഈ പറഞ്ഞ രാഹുൽ ഫാൻസാണ്. തങ്ങൾ എത്രത്തോളം തെറിവിളിക്കുന്നോ അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്തുന്നോ അതേ നാണയത്തിൽ തങ്ങൾ ആരാധിക്കുന്ന തങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനും കൂട്ടുകാർക്കും ഡാമേജ് പറ്റുമെന്ന് ഈ പറഞ്ഞ സൈബർ പോരാളികൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. തങ്ങൾ കൊടുക്കുന്ന ഓരോ അടിയും അതിൻ്റെ ഇരട്ടി ശക്തിയിൽ തങ്ങളുടെ നേതാക്കന്മാരുടെ തലയിലാണ് വന്ന് വീഴുന്നത് എന്നും അവർക്ക് ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, റിപ്പോർട്ടർ ടി വി ഇത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏതെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ആ ഗ്യാപ്പിൽ കയറി ഗോളടിക്കാൻ ശ്രമിക്കുന്നവരാണ് കോൺഗ്രസ് സൈബർ പോരാളികൾ എന്ന കാര്യം റിപ്പോർട്ടർ ടി വിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഗ്യാപ്പ് കൊടുക്കാത്ത രീതിയിൽ തന്നെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കേരളത്തിലെ കോൺഗ്രസ് യുവ MLA ഉൾപ്പെട്ട പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.